പണ്ട് കരുണാകരന്റെ വീടിന്റെ ഉള്ളിലേക്ക് മുണ്ടിനിടയിൽ ഏത്തപ്പഴം തിരികൊണ്ട് ആളുകൾ അകത്തേക്ക് പോകുമായിരുന്നു. ഇവിടെ ഇലക്ഷൻ വരുമ്പോൾ ബാലകൃഷ്ണപിള്ള കൊള്ളാം. തൃക്കാക്കരയിൽ അത് പറയേണ്ട കാര്യം, അവിടെ പ്രസംഗിച്ച പ്രസംഗം ആർ ബാലകൃഷ്ണപിള്ളയെ സ്നേഹിക്കുന്നവർ മനസ്സിൽ സൂക്ഷിച്ചോണ്ട് നെഞ്ചിൽ കൈവച്ച് പറയാമോ? ഗണേഷ് കുമാർ പറഞ്ഞ ഈ വാക്കുകൾ കള്ളമാണ്. ഇവിടെ ബഹുമാനം. ഇപ്പം അവിടെ പണ്ട് കരുണാകരന്റെ വീടിന്റെ ഉള്ളിലേക്ക് മുണ്ടിനിടയിൽ ഏത്തപ്പഴം തിരികൊണ്ട് ആളുകൾ അകത്തേക്ക് പോകുമായിരുന്നു. ഇതൊക്കെ അറിയണം. കോൺഗ്രസ്സുകാരെ തനിയാനോ അറിയാൻ വേണ്ടി പറയുന്ന നന്ദികേട് കൊട്ടാരക്കരക്കാർക്ക് അറിയാം. പക്ഷെ വേറെ ആൾക്കാരറിയാം. കൊട്ടാരക്കരയിലെ കാര്യങ്ങൾ കൊട്ടാരക്കര കാര്യത്തിലേക്ക് വരാം. ഏത്തപ്പഴം തിരികിയിട്ട് മാധ്യമങ്ങൾ മനസ്സിലാണ് അകത്തേക്ക് കയറിപ്പോകും. എന്നിട്ട് അകത്ത് പോയിട്ട് തിരിച്ച് പുറത്ത് ഓഫീസർമാർ, മുഖ്യമന്ത്രിയാണ്, ഭയങ്കര പ്രൗഢിയാണ്, പോലീസും എല്ലാം നിൽക്കുകയാണെങ്കിൽ ഉദ്യോഗസ്ഥന്മാരും ചീഫ് സെക്രട്ടറി ഇങ്ങനെ വിളി നിൽക്കുക. അപ്പോൾ അകത്തുനിന്ന് ഈ ഏത്തപ്പഴം ആരും കാണാൻ പുറത്തെടുക്കും. എന്നിട്ട് തൊലിച്ചേച്ച് ഇതിങ്ങനെ തിന്നുകൊണ്ട് അകത്തുനിന്ന് ഇറങ്ങുക. അതായത് അകത്ത് ചെന്ന് അടുക്കളയിൽ നിന്ന് ഫ്രൂട്ട്സും ഏത്തപ്പഴമൊക്കെ എടുത്തുള്ള സ്വാതന്ത്ര്യം ഇദ്ദേഹത്തിനുണ്ട് എന്ന് പുറത്ത് നിൽക്കുന്ന ചീഫ് സെക്രട്ടറിയും DGPയും അടക്കമുള്ളവർ ധരിക്കണം. എന്നിട്ട് അവരെ കണ്ട് കാര്യം ഈ പറട്ട പരിപാടിയൊക്കെ കാണിച്ച ആളുകൾ ഈ കരുണാകരൻ സാറിൻ്റെ വീട്ടിലെ ലീഡറെ അല്ല കാണുന്നില്ല, ലീഡറുടെ ഭാര്യ കല്യാണിക്കുട്ടിയമ്മ, അമ്മയെ രക്ഷിക്കണം, അവർക്ക് ഒന്നും പറയില്ല. ഈ കുട്ടിയൊന്ന് സഹായിച്ചോളൂ കേട്ടോ എന്ന് പറയും. അത്രയേ ഉള്ളൂ. അവരെ ചേച്ചി 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 എന്ന് പറഞ്ഞ് കയറി ഇറങ്ങി നടന്ന് സീറ്റുകൾ വാങ്ങിച്ചവരാണ് ഇവരിൽ പലരും. ഇത് കണ്ടവരാണ് ഞാൻ. ഇത് എൻ്റെ കണ്ണും കാതും കൊണ്ട് കണ്ട കാര്യം. ഗണേഷ് കുമാർ അറിഞ്ഞേച്ച് പറയുന്നതല്ല. ഈ ഏത്തപ്പഴത്തിൻ്റെ കഥയൊക്കെ 100% ശരിയാണ്. ആരാണെന്ന് പറഞ്ഞാൽ അവരും സ്ഥാനാർത്ഥികളാണ്. മോശമാണ്. അതുകൊണ്ട് സ്ഥാനാർത്ഥികളെ പറ്റി പറയുന്നില്ല. പിന്നെ നന്ദിയെ പറ്റി പറഞ്ഞാൽ കൊട്ടാരക്കരക്കാർക്ക് അറിയാവുന്ന അത്രയും നന്ദിയെ പറ്റി പറയേണ്ട കാര്യമില്ല. എൻ്റെ പിതാവ് ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി എനിക്ക് വിരോധമൊന്നുമില്ല, വ്യക്തിപരമായി എനിക്കിഷ്ടമാണ്. ഞാൻ അദ്ദേഹത്തെ ഒരു സഹോദരനെ പോലെ കാണുന്നു, ബഹുമാനിക്കുന്നു. നമ്മുടെ ഇന്ത്യ എന്ന നിലയിൽ ബഹുമാനമുണ്ട്, സ്നേഹമുണ്ട്. പക്ഷെ ഒരു കാര്യം പറയണം, ആർ ബാലകൃഷ്ണപിള്ള മരിച്ചതിന് ശേഷം അദ്ദേഹത്തെ രാഷ്ട്രീയമായി ഇതിലുള്ളവർ ജീവിച്ചിരുന്നപ്പോൾ ചീത്ത പറയും. ഇപ്പം എന്നെ എന്ത് വേണം ചീത്ത വിളിച്ചോ, കുഴപ്പമില്ല. കാരണം ഞാൻ രാഷ്ട്രീയത്തിലുണ്ട്, എന്നെ ചീത്ത വിളിച്ചോ, എൻ്റെ എതിരാളി എന്നെ ചീത്ത വിളിക്കും, എന്നെ ഇഷ്ടമില്ലാത്തവരെന്നെ ചീത്ത വിളിക്കും, എനിക്കതൊന്നും ഒരു പരാതിയില്ല. പക്ഷെ മരിച്ചുപോയവരെ മരിച്ചുപോയവരെ പോലും വെറുതെ വിടാത്ത കോൺഗ്രസ്. ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ മരിച്ചുവരെ പറ്റിയൊന്നും പറയുന്നില്ലല്ലോ. ഇടതുപക്ഷക്കാർ ഞങ്ങളാരും മരിച്ചുവരെ പറ്റി പറയുന്നില്ലല്ലോ. ലീഡറെ പറ്റി വളരെ നല്ല വാക്കുകളല്ലേ ഞാൻ പറഞ്ഞ നല്ല വാക്കുകൾ ശരിയല്ല എന്ന് രമേശ് ചെന്നിത്തലയോ KC വേണുഗോപാലോ പന്തളം സുധാകരനോ ഇവിടെ പ്രധാന നേതാക്കന്മാരുണ്ടോ നെഞ്ചിൽ കൈവച്ച് പറയാമോ? ഗണേഷ് കുമാർ പറഞ്ഞ ഈ വാക്കുകൾ കള്ളമാണ് പറയാമോ? അതിൽ രമേശ് ചെന്നിത്തല മാത്രം പറഞ്ഞു തെറ്റാണ് പറഞ്ഞത്. ഒരാരും പറഞ്ഞില്ല. മാന്യന്മാരാ, വലിയ ആളുകളായി പോയി, ദൈവത്തിനേക്കാളും വലിയ ആളുകളായി പോയി പലരും. നെറുകെട്ട വർത്തമാനം പറഞ്ഞാൽ അരുത് എന്ന് പറയാൻ നമുക്ക് കഴിയണം. ഞാൻ ഈ യോഗത്തിൽ പറഞ്ഞല്ലോ, ഈ പാർട്ടി ഇങ്ങനെ പറയാം, ഈ ഇലക്ഷനിൽ ഈ പാർട്ടി എടുത്തിരിക്കുന്ന LDFന്റെ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി അണുവിട നേതാക്കന്മാരോ പ്രവർത്തകരോ ചരിച്ചാൽ ആ ആൾ ഈ പാർട്ടിയിൽ ഉണ്ടാവില്ല, ഒരു സംശയവും കരുതില്ല. കൊട്ടാരക്കരയിൽ വന്നാൽ എനിക്കതല്ല വേഷം, കൊട്ടാരക്കര വേറെ ഒന്നുമില്ല. ആർ ബാലകൃഷ്ണപിള്ള മഹാനാണെന്ന് ഇന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതേ ആർ ബാലകൃഷ്ണപിള്ള തൃക്കാക്കര തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞാൻ ഒരു ദിവസം TV ഇടുമ്പോൾ ഏഷ്യാനെറ്റിൽ കണ്ടൊരു വാർത്തയിൽ ഇവിടെ മത്സരിക്കുന്ന പാർലമെന്റ് സ്ഥാനാർത്ഥി മരിച്ചുപോയ ആർ ബാലകൃഷ്ണപിള്ളയെ അധിക്ഷേപം പറയുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ. കൊള്ളാം. ഇവിടെ ഇലക്ഷൻ വരുമ്പോൾ ബാലകൃഷ്ണപിള്ള കൊള്ളാം. തൃക്കാക്കരയിൽ അത് പറയേണ്ട കാര്യം നിങ്ങൾ കണ്ടു നോക്ക്, നിങ്ങൾ യൂട്യൂബിൽ കയറി നോക്കുക, വെറുതെ പറയുന്നതല്ല. തൃക്കാക്കരയിൽ മരിച്ചുപോയ ആർ ബാലകൃഷ്ണപിള്ളയെ അധിക്ഷേപിച്ച് പ്രസംഗിച്ചാൽ 10 വോട്ട് കിട്ടുമെന്ന് വിചാരിച്ചാണോ, പ്രസംഗിക്കാനുള്ള വിഷയ ദാരിദ്ര്യം കൊണ്ടാണോന്ന് അറിയില്ല, അവിടെ പ്രസംഗിച്ച പ്രസംഗം ആർ ബാലകൃഷ്ണപിള്ളയെ സ്നേഹിക്കുന്നവർ മനസ്സിൽ സൂക്ഷിച്ചോളണം. ബാലകൃഷ്ണപിള്ള ജയിലിൽ കിടന്നുകൊണ്ട് ഒരു ഡോക്ടറെ കൊണ്ട് നിർത്തി, തോറ്റു തുന്നമ്പാടി, പിന്നെയാണ് ഇവിടെ ഒരു ഡോക്ടർ എന്ന് പറയുന്നത്. ആരാ ഈ ഡോക്ടറെ നിർത്തിച്ചത്? അറിയാമല്ലോ, ജേക്കബിന് അറിയാമല്ലോ, ചങ്ങനക്കുട്ടിച്ചേട്ടൻ അറിയാമല്ലോ, സാറിനൂടെ ഈ പറയുന്ന ആൾ തന്നെയാണ് ഈ ഡോക്ടറെ കൊണ്ടുവന്ന് അച്ഛനെ നിർബന്ധിച്ച് ഡോക്ടറെ സ്ഥാനാർത്ഥിയാക്കിയത്. ഞാനെതിരായിരുന്നു. ഈ ഡോക്ടറെ സ്ഥാനാർത്ഥിയാക്കരുത്, പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ഹരികുമാറിനെ സ്ഥാനാർത്ഥിയാക്കണമെന്നായിരുന്നു എൻ്റെ നിലപാട്. ഡോക്ടറെ എന്നെ കാണാൻ വന്നിട്ട് ഞാൻ പോലും മോഹം കൊടുത്തില്ലല്ലോ, ഞാൻ മാറിക്കളഞ്ഞു. ഞാനതിനെതിരെ ആരും ഇദ്ദേഹമാണ്, കൊടിക്കുന്ന് സുരേഷാണ് ഇതാണ്. അത് ചെയ്യിച്ചിട്ട് മരിച്ചയാളെ പറ്റി തൃക്കാക്കര പറ്റി നാളാവാൻ വേണ്ടി അത് പ്രസംഗിക്കാൻ പാടില്ല. ഞാൻ അത്ഭുതപ്പെട്ടു. സാറ് പറയട്ടെ, ഞാനെതിരായിരുന്നു. ചെയ്യരുത്, കൊട്ടാരക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഹരികുമാറിനെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് ഞാൻ പറഞ്ഞു. ആരെങ്കിലും ഒരു സ്ഥാനാർത്ഥി, ഒരു പാർട്ടി പ്രവർത്തകൻ, ഇവരാണ് സമ്മതിക്കാത്തത്. ഇവർ കൊണ്ടുവന്ന സ്ഥാനാർത്ഥിയാണ്, ഇവരെ സെലക്ഷനാണ്. ഈ MPയും നാഷണൽ സ്റ്റുഡിയോ രവിചേട്ടനും പഴയ NSS താലൂക്ക് പ്രസിഡന്റായിരുന്ന രാജേന്ദ്രൻ നായരും ഇവരെല്ലാം കൂടെ കെട്ടിയൊരുക്കൊണ്ട സ്ഥാനാർത്ഥി അല്ല, അച്ഛൻ്റെ സ്ഥാനാർത്ഥിയല്ല.
ഇവരെ നിർബന്ധം കൊണ്ട് ഞങ്ങൾ ജയിപ്പിച്ചോളാം സാറേ എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന സ്ഥാനാർത്ഥിയാണ്. ഈ പാർട്ടിയിൽ ആർക്കെങ്കിലും അതിനകത്ത് അറിയാമല്ലോ. എന്താ പറയുന്നത്, ബഷീറെ എന്നെ ഉണ്ടല്ലോ കൂടെ ഇല്ലേ? അതുകൊണ്ട് ആ വർത്തമാനം ഇവിടെ ബഹുമാനം ഇപ്പം, അവിടെ ഇതൊന്നും ശരി കോൺഗ്രസ്സുകാരുടെ സ്വഭാവമാണ്.